ആരായാലും വർഗീയമായ നിലപാട് സ്വീകരിച്ചാൽ ആരോടൊപ്പം നിൽക്കുന്ന ആളായാലും അതിനെ ശക്തിയായിട്ട് വിമർശിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇനിയും തുടരും. അവരാണ് ഞങ്ങൾ തുടർഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം മുതൽ ഇതുവരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള വലിയ സ്വീകരണ പരിപാടികളാണ് ജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ബോധപൂർവമാണ് ജനങ്ങൾ എന്ന് പറഞ്ഞത്. സാധാരണ സംഘാടകർ ഒരുക്കിയിട്ടുള്ളതാണെന്നുള്ളത് പറയാം. സംഘാടകർ ഒരുക്കിയതിനേക്കാളും വലിയ ജനകീയ മുന്നേറ്റമാണ്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് എല്ലാ കേന്ദ്രത്തിലും ഒരു കേന്ദ്രം ഒഴിയാതെ ഒഴുകിയെത്തിയിട്ടുള്ളത്. അത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ടാണ് ജാഥ കരുതിയിരിക്കുന്നത്. ഇപ്പോ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിൽ ഞങ്ങളുടെ ഒപ്പിൽ തന്നെയുണ്ട്. അവര് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അവരെല്ലാം കൂടി ചേർന്ന് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കും. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകൾ, സാമൂഹ്യ വികാസം, ദാരിദ്ര്യ ലഘൂകരണം, അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, ഇതിലെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. അപ്പൊ ഇനി ഏത് മേഖലയിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പത്രക്കാരാണ് ചോദിക്കണം. എന്താണത് പറയാതിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത് പറയാൻ പുറപ്പെട്ടാൽ കേരളത്തിന്റെ വികസനം പറയേണ്ടി വരും. അവരുടെ ജാഥയിൽ ഇല്ലാത്ത ഒരു അജണ്ടയാണ് കേരളത്തിന്റെ വികസനം. വികസനം എന്ന് പറയുന്ന ആ 3 അക്ഷരത്തോട് വലിയ വിരോധമാണ് പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് അത് പറയാതെ അതെന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നു. ഏത് സ്ഥാനത്തേക്കാണ് എത്തിക്കുക എന്നുള്ള ധാരണം വ്യക്തത വേണം. കാരണം വർഗീയ ശക്തികളുമായി ചേർന്നാണല്ലോ, 2 ശക്തികളുമായിട്ടാണ്. ഒലിബി ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് സതീശൻ എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതല്ല, അല്ല അനുഭവത്തിന്റെ വെളിയിൽ തന്നെ പറഞ്ഞു. മറ്റത്തൂരിൽ ഇപ്പോഴും, തൃശ്ശൂരിലെ മറ്റത്തൂരിൽ ഇപ്പോഴും BJP കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ അതേപോലെ തുടരുകയാണ്. കുമരകത്തും അതുപോലെ തന്നെയാണ്. നിരവധി പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഓപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 41 സീറ്റിൽ BJP ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൂടി ഉപയോഗിച്ചിട്ടാണ്. 41-ലും 1000-ൽ കുറവായിരുന്നു അവർക്ക് കിട്ടിയ വോട്ട്. അവർ തമ്മിലുള്ള അന്തർധാരയാണ്. ഈ അന്തർധാര തുടരുമ്പോഴാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി BJP CPM കൂട്ടുകെട്ടാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കള്ളം പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. ഇപ്പൊ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളത്തെ ഒന്നാമതാക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അപകടമാണ് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് പറയാനില്ല എന്നുള്ളതാണ്. ഞങ്ങള് പ്രഭാത മീറ്റിംഗ് ഞങ്ങൾ അപ്പോൾ നടത്തുന്നുണ്ട്. ഇന്നലത്തെ പൊതുയോഗത്തിലും പറഞ്ഞാണ് കേരളം വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ജനങ്ങൾ ജാഗരൂകരായി വർഗീയതയെ പ്രതിരോധിക്കണമെന്ന് ഈ ജാഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ, RSS, BJP, സംഘപരിവാർ വിഭാഗം, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, കാസ, ഇതെല്ലാം വർഗീയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ശക്തികളാണ്. അത് എന്നുമില്ലാത്ത രീതിയിലുള്ള ശക്തമത്തായ രീതിയിലുള്ള പ്രചാരവേല ജനങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ട് അതിനൊപ്പം തന്നെ കള്ള പ്രചരണവും മാധ്യമങ്ങളുടെ പിന്തുണയും കൂടി വരുമ്പോഴാണ് വലിയ അപകടം കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈ കേരളം നിലനിൽക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തി വർഗീയതക്കെതിരായിട്ടുള്ള അതിശക്തിയായ പോരാട്ടം കേരളത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ഈ ജാതിയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് അതിന്റെ അധ്യക്ഷന് എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. അത് BJPക്ക് അനുകൂലമായിട്ട്. ജമാഅത്തെ ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ്. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, വി.ഡി. സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും ഹൈക്കമാൻഡും? ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഇതേവരെ പറഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. PC വേണുഗോപാലൻ കേരളത്തിൽ വന്നിട്ട് പറയുന്നതും ഇതിനോട് യോജിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഈ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധം പാടില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. ഇപ്പോഴ് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ച പ്രമേയം നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ്. ഒരു തരത്തിലും വർഗീയ സ്പർദ്ധ സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ പേരുമാണ്. അതുപോലെ സുന്നി വിഭാഗം, AP സുന്നി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട്? മുസ്ലിം ലീഗ് വ്യക്തമാക്കണമല്ലോ. കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നേതാവ് എന്ന്
ചോദ്യം ചോദിക്കുന്ന പത്രപ്രവർത്തകരോട് അഴകുഴമ്പ നിലപാടുമായിട്ട് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയില്ല. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു നിമിഷം രാഷ്ട്രീയ ബന്ധം ഞങ്ങൾ ഉണ്ടാക്കി, ഇനി ഉണ്ടാക്കുകയും ചെയ്യും. അത് ഭൂതകാലം മാത്രമല്ല, വർത്തമാനത്തിലും ഭാവിയിലും വർഗീയ ശക്തികളുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടേ അല്ല. അപ്പൊ അത് വളരെ വ്യക്തിയോടുകൂടി തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവരുമായി ബാന്ധവം ഉണ്ടാക്കി കള്ള പ്രചരണം നടത്തിക്കൊണ്ട് അതാ ഈ എല്ലാ വർഗീയവാദികളും അങ്ങനെയാണ്. അത് ജമാഅത്ത് ഇസ്ലാമിന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ ലീഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ കള്ളപ്രചാരം വരെ SIR പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെല്ലാം നാട് കടത്താൻ പോവുകയാണെന്നും വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വപരമായ ഉത്തരവാദിത്വത്തോടുകൂടി മറുപടി പറയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാൻ. സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ NM രാജു ആന്റണി MP-ക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്നത് ശരിയില്ലല്ലോ, ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി 2 കോടി ഉറുപ്പിക വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാ വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ, അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. MP ആണല്ലോ, പറയണമെന്ന് ഞാൻ പറയാൻ കാരണം NM രാജു എന്ന് പറയുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വക്താവ് ഞാൻ 2 കോടി കൊടുത്തിട്ടുണ്ട്, വീട് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആന്റണി MP പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ പണം വാങ്ങിയത് എങ്ങനെ, തിരിച്ചു കൊടുത്തത് എങ്ങനെ? കൃത്യമായിട്ട് രേഖയുണ്ടാവല്ലോ. രേഖയില്ലെങ്കിൽ കള്ളപ്പണം. അതോടൊപ്പം തന്നെ ഈ NM രാജു പറഞ്ഞത് എനിക്ക് 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, 2 കോടി കൊടുത്തിട്ട് 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടൂ, വലിയ സമ്മർദ്ദം ചെലുത്തി 20 ലക്ഷം തന്നത്, ബാക്കി തന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഗുരുതരമായ ഈ സ്വർണ്ണ പ്രശ്നം, നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാള് അതിന്റെ വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അത് സമ്മതിച്ചു കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പണമിടപാട് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യം, അതിന്റെ ഭാഗമായിട്ടുള്ള എന്ത് സമീപനത്തിലൂടെയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു MP എന്ന രീതിയിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട്. അതുപോലെ കോൺഗ്രസിനും ബാധ്യതയുണ്ട്. ആ കോൺഗ്രസും പറയണം എന്ന് തന്നെയാണ് പറയാൻ. ഇന്നലെ ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത എല്ലാ തന്ത്രങ്ങളും പയറ്റിയാലും കേരളത്തിൽ UDF രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് എഴുതി. ദേശീയ തലത്തിൽ അവർ നടത്തിയിട്ടുള്ള സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ കനുകൂലു സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് അവര് തന്നെ മുമ്പ് പറഞ്ഞു ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. അവർ തന്നെ നടത്തിയിട്ടുള്ള സർവേ സംബന്ധിച്ചുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കനുകൂലു ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത വെച്ച് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഈ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചത്. അവർക്ക് കിട്ടിയ വിവരം പ്രസിദ്ധീകരിച്ചതാണ്. UDFന്റെ നുണക്കോട്ടകൾക്കൊന്നും കേരളത്തിലെ ഇടത് MLA-മാരുടെ ജനപ്രീതിയിൽ ഒരു തരി പോലും കുറവ് വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സർവേയിലെ കണ്ടെത്തൽ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുകയാണ്. അപ്പോൾ ഇടതിന്റെ ഭൂരിപക്ഷം MLA-മാർക്കും വീണ്ടും ജയിച്ചു വരാൻ കഴിയും എന്നാണത്രേ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. ഇത് കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ജനകീയമായ ഇടപെടൽ നടത്താൻ പറ്റിയ ഒരു 10 കൊല്ലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ വികസന മുന്നേറ്റം. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോഴും 140 മണ്ഡലത്തിലെയും MLA-മാരാണ്. മുഖംതിരിഞ്ഞു നിന്ന ചില MLA-മാരുണ്ട്, അല്ലാത്ത എല്ലാവരും ഈ വികസന പരിപ്രേക്ഷ്യത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചവരാണ്. ആ അർത്ഥത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സർവേ റിപ്പോർട്ട് തികച്ചും ശരിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നല്ല ജനകീയ അംഗീകാരമുള്ളവരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA-മാരെല്ലാം. ആരും അതിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതിപ്പോ അവരെ അലോസരപ്പെടുത്തുന്ന ഒരു സമീപനമായിട്ട് വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് വന്നിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ പരിപാടിയാണ്. ഇന്നത്തെ പത്രസമ്മേളനം മിനിഞ്ഞാത്തെ അവയവ മാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ലോകത്തെ 3ാമത്തതും ഇന്ത്യയിലെ ആദ്യത്തെയുമായ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ടു കോഴിക്കോട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിന് അത് തറക്കല്ലിടലല്ല, അത് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടാണ്, റിസർച്ച് ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ആ ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയും ഗവേഷണവും നടത്താനുള്ള കേന്ദ്രം എന്ന നിലയിൽ
ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്റർ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. 2021 LDF പ്രകടന പത്രികയിൽ 510-ാമതായിട്ട് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളിങ്ങനെ പ്രകടന പത്രിക ഓരോ കൊല്ലം എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 900 പോയിന്റാണ് ഇപ്രാവശ്യം നടപ്പിലാക്കാനുള്ളത്. 510-ാമതാണ് ഇപ്പോ ഇവിടെ. 510 എന്ന് പറഞ്ഞാൽ മറ്റ് അതിന്റെ അപ്പുറത്തുള്ളതെല്ലാം പല നമ്പറിൽ നടക്കുന്നുണ്ട്. അല്ലാണ്ട് 510-ാമതാന്ന് പറഞ്ഞിട്ടല്ല, 510-ാമതെന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ രേഖയിലെ 510-ാം നമ്പറാണ്. ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ചില പത്രങ്ങള് ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി എഴുതുന്നുണ്ട്. അവർക്ക് അതാണ് പണി, പ്രധാനപ്പെട്ട പണി. അവരുടെ ജോലി നിർവഹിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് വിഷമമില്ല. കടലാസിലാണെന്നാണ് എല്ലാ പദ്ധതിയും കടലാസിലാ തുടങ്ങുക. ഈ കടലാസിലാകുന്നത് എന്തോ വലിയ പാതകമാണെന്ന രീതിയിലാണ് ചെയ്തത്. ആളെ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയോഗങ്ങൾ. ഗവൺമെന്റിന്റെ ഏത് പദ്ധതിയും ആദ്യം കടലാസ് തന്നെയല്ലേ തുടങ്ങുന്നത്. ഈ പദ്ധതിയും കടലാസ് തുടങ്ങിയ തന്നെയാണ്. കടലാസ് തുടങ്ങിയിട്ട് പ്രാവർത്തികമായി. കടലാസ് തുടങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അവയവ ശസ്ത്രക്രിയ, മാറ്റ ശസ്ത്രക്രിയ. അതുപോലെ തന്നെയാണ്. എല്ലാം കടലാസിൽ തന്നെ തുടങ്ങുക. അതുകൊണ്ട് കടലാസിൽ തുടങ്ങുന്നത് എന്തോ ഒരു അപരാധം. ഇനിയിപ്പോ നമുക്ക് ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി തുടങ്ങാം. അപ്പൊ പിന്നെ കടലാസ് എന്നുള്ള ആ പ്രയോഗം കൊണ്ട് ഒഴിവാക്കാം. എല്ലാം കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ പുതിയ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ തുടങ്ങാം. പേപ്പർലെസ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഹെഡിങ് അങ്ങോട്ട് മാറ്റേണ്ടി വരും. അത്രയോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത മുഴുവൻ, അതായത് കൊച്ചിൻ ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ മുഴുവൻ ബാധ്യതയും ഈ കിഫ്ബി വഴിയാണ് യഥാർത്ഥത്തിൽ ചെലവാക്കുന്നത്. 385 കോടി റുപ്യാണ്. 385 കോടി റുപ്യ കിഫ്ബി വഴി ചെലവാക്കിയിട്ടാണ് ആശുപത്രി ഇപ്പോൾ നിർമ്മിച്ചത്. അപ്പൊ അത് ഇന്ന് തുറന്നു കൊടുക്കുകയാണ്. നൂതന ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റോബോട്ടിക് സർജറി, അതുപോലെ തന്നെ ഫോട്ടോൺ തെറാപ്പി തുടങ്ങിയവയെല്ലാം അത് അവിടെ ഫലപ്രദമായ രീതിയിൽ ചികിത്സ നടത്താൻ സാധിക്കുന്നതാണ്. ഈ ഫോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും കമ്പ്യൂട്ടർ ഇതിൽ നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തുള്ള ഉള്ളിലുള്ള പരിശോധന നടത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ MRI പോലുള്ള സംവിധാനം ഉണ്ടല്ലോ, അതിനേക്കാളും സൂക്ഷ്മമായിട്ട് ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക സംവിധാനത്തെയാണ് പറയുന്നത്. ട്യൂമർ ഒളിഞ്ഞു കിടക്കുന്ന ട്യൂമറിനൊക്കെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള, അതിപ്പോഴും നമ്മുടെ ഇവിടെയൊന്നും ഇല്ല. അത്തരത്തിലുള്ള സംവിധാനം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പിന്നീടുള്ളത് വളരെ പ്രധാനപ്പെട്ട വേറൊരു പരിപാടി ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചത്, സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് രക്ഷാ കവചം എന്ന പേരിൽ ആശ്രിത ധനസഹായ പദ്ധതി സർക്കാർ ഒരുക്കുകയാണ്. തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചാൽ 5 ലക്ഷം രൂപ ആശ്രിതർക്ക് നൽകുന്ന പദ്ധതിയാണിത്. മറ്റ് ആനുകൂല്യങ്ങൾക്കെല്ലാം പുറമെയാണ് ഇത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇത്തരമൊരു പരിരക്ഷ അപകടം സംഭവിച്ചാൽ തൊഴിലുടമ നിയമപരമായിട്ട് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും പുറമെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നൽകാൻ ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാൻ. അതെ. അത് അവസാനം വരെ വായിച്ചില്ലല്ലോ. വായിച്ചോ? അവസാനം വരെ വായിച്ചോ? അല്ല, ഞാൻ ചാനലുകളിലല്ല പറഞ്ഞത്. അദ്ദേഹം എഴുതിയതിന്റെ അവസാനം വരെയുള്ള കാര്യം വായിച്ചോന്നാ ചോദിച്ചത്. അല്ല, വിമർശനം നടത്തിയതിനെ പറ്റി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം വിമർശിച്ച ആ ലേഖനത്തിന്റെ അവസാനം വരെയുള്ള കാര്യം വായിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചോ? അല്ല, അഭിമുഖം കണ്ടതല്ല ഞാൻ ചോദിക്കുന്നത്. ആ ലേഖനം വായിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെന്താ മറുപടി പറഞ്ഞത്? അതിനെന്താ മറുപടി? അതേന്ന് എനിക്കത് മനസ്സിലായി. എന്നിട്ട് തന്നെയല്ലേ മറ്റേ ചോദ്യം ഞാൻ ചോദിച്ചത്. നിങ്ങളത് വായിച്ചോ? വായിച്ചില്ല. നിങ്ങൾ വായിച്ചില്ല, ഉറപ്പായിട്ടും വായിച്ചില്ല. എനിക്ക് മനസ്സിലായി. അതിന് മറുപടി ഞാൻ പറയുന്നുണ്ട്. മറുപടി പറഞ്ഞിട്ട് പറയാം. അതായത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പൊ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടാന്നല്ലോ, തുടരണ്ടെന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇതിന്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല, പലപ്പോഴും മാറ്റം വേണ്ടി വരും. ഞാൻ അവിടെയാണ് ഊന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ, ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ.
അങ്ങനെ കാണുന്നവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയമായ കാര്യങ്ങളാണ് വേറെ ചർച്ച ചെയ്യേണ്ടത്. അതിന്റെ അകത്ത് വരാൻ സാധ്യതയുള്ള അപാകതകൾ എന്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ആ ലേഖനം ഉടനീളം വായിച്ചാൽ മനസ്സിലാകുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളത് ലേഖനം വായിച്ചോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ആ ലേഖനം മുഴുവൻ വായിച്ചാൽ നല്ല ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചുമാണ് അദ്ദേഹം സൂചന നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാജയത്തിന്റെയും വിജയത്തിന്റെയും കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ വിശദീകരിച്ചത്. കോൺഗ്രസ് നറേറ്റീവ് വരുന്നത് ഈ ഭരണ തുടർച്ചയ്ക്ക് CPM-ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എതിരാകുന്നത്. ഇപ്പൊ വി ഡി സതീശൻ കാസർഗോഡ് ഉദ്ഘാടനം കൊടുത്തു. സതീശനും KC ഒരേ സ്വഭാവത്തിൽ പറയുന്നത് ഈ ഭരണ തുടർച്ചയ്ക്ക് CPM-ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവർ എതിരെ വോട്ട് ചെയ്യുന്നതാണ്. ഈ നറേറ്റീവിൽ എങ്ങനെയാണ് മാറ്റുന്നത്? അല്ല അതിലൊന്നും ഒരു അർത്ഥമില്ലാതെ വെറുതെ തോന്നിയ ദിവസം പറയുകയാണെന്ന് ഒരു കാര്യമില്ലാണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഓടിക്കൂടിയ ഈ ലക്ഷക്കണക്കിന് ആളുകൾ. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഞങ്ങളിപ്പോ 31 പറഞ്ഞില്ലേ, 31 സ്വീകരണ കേന്ദ്രം പറഞ്ഞില്ലേ? ആ 31 സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഓടിക്കൂടിയ ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ. 10,000, 20,000, 30,000 ആളുകളാണ് ഓരോ കേന്ദ്രത്തിലേക്ക് എത്തിയത്. ആ എത്തിയിട്ടുള്ള ആളുകളൊന്നും അല്ലാതെ കമ്മ്യൂണിസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് വിനീത. അപ്പൊ കളവ് പറയാന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, നുണരോഗം ഇതാണ് ഇവർക്ക് ബാധിച്ചിട്ടുള്ളത്. ഇവർക്ക് വസ്തുത പറഞ്ഞിട്ട് ഒരു കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കളവ് പറയാണ്, നുണ പറയാണ്. എന്തോ സർവേ നടത്തി പറയുന്ന പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ തുടർ ഭരണത്തിന് എന്താ അർത്ഥം? വ്യാപകമായ കള്ളപ്രചരണമാണ്. ഒന്നാം സ്ഥാനം എന്തിനാണെന്നുള്ളത് അവരാണ് പറയേണ്ടത്. ഏതായാലും ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല 1-ാം സ്ഥാനമാണ്, ആരോഗ്യ സംരക്ഷണത്തിൽ 1-ാം സ്ഥാനമാണ്, അതുപോലെ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 1-ാം സ്ഥാനമാണ്, വ്യാവസായിക മേഖല 1-ാം സ്ഥാനമാണ്. ഇതിലെല്ലാം ഞങ്ങളിപ്പോ 1-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ മുമ്പിൽ 1-ാം സ്ഥാനമാണ് ഇപ്പം കേരളം. ഇനിയിപ്പോ അതിന്റെ പുറമെ ഏതാണ് 1-ാം സ്ഥാനത്തേക്ക് നയിക്കുക എന്നുള്ളത് പറയേണ്ടത് അവരാണ്. വർഗീയതയുമായി ചേർന്നുകൊണ്ടാണ് ഇവരുടെ ഈ പ്രയോഗം. പോലീബി ജമായത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് ഈ പറയുന്ന വി ഡി സതീശൻ. അതിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന 1-ാം സ്ഥാനം ഏതാണ് എന്ന് ഞാനിപ്പോ പറയുന്നില്ല, എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ല, ഓരോന്നിനും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആ ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ എന്താണ് ഉന്നമെന്ന് മനസ്സിലാവും. ഈ പറഞ്ഞതുപോലെ പരിഗണിക്കേണ്ടുന്ന വിഭാഗങ്ങളിലൊക്കെ സജീവ പരിഗണിക്കണമെന്നല്ലേ, അതൊക്കെ ഞങ്ങൾ പരിഗണിക്കും. അതെല്ലാം നേരത്തെ പറഞ്ഞ മറുപടി. അതിനെല്ലാം ആരായാലും വർഗീയമായ നിലപാട് സ്വീകരിച്ചാൽ, ആരോടൊപ്പം നിൽക്കുന്ന ആളായാലും അതിനെ ശക്തിയായിട്ട് വിമർശിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇനിയും തുടരും. അവരാണ് അല്ല ഇവിടെ ഒരു എന്താ പറഞ്ഞ അതെ പറ, ഏതെങ്കിലും പറയാനുണ്ടോ? ഞങ്ങള് തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അതാ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അപ്പോ ഏറ്റവും താഴെയുള്ള അതിദരിദ്രരായ ജനങ്ങളെക്കാളെല്ലാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ പറയാനുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു നാടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉന്നം. പറയട്ടെ എന്നാൽ വി സതീശൻ എന്താ ഉന്നം? പരസ്യമായിട്ട് തള്ളി പറഞ്ഞല്ലോ ഞാൻ. എന്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കാതെ നിങ്ങളെ പത്രത്തിൽ കൊടുക്കൂല, പിന്നെ ദേശാഭിമാനിയോട്ട് വായിക്കുകയും ചെയ്യില്ല. അത് രണ്ടും വന്ന പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് കാര്യമുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞാണ്, ശക്തിയെ പറഞ്ഞാണ്, പത്രസമ്മേളനത്തിനും പറഞ്ഞാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം പറയുന്നു. വർഗീയ പരാമർശത്തിന്റെ ഭാഗമായ ഒരു പ്രയോഗത്തിനും ഞങ്ങൾ പിന്തുണയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. പോരെ, മതി, ശരി, മതി. പിന്നെന്താ സംശയം? ഭവന സന്ദർശനം തന്നെയാണ് റിസൾട്ട്. ഇന്ന് മാതൃവേദി എഴുതി വെച്ചിട്ടില്ല ചോദിക്കുന്നത്.
ആരെ? അത് ശരിക്കും വായിക്കാനാണ്, വായിച്ചു നോക്കണം ശരിക്കും. മാതൃഭൂമി തന്നെ വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. ഏ ഞങ്ങള് കൊടുക്കുന്ന കത്തിനെ പറ്റിയില്ല നിങ്ങളോട് പറയണോ? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കൊടുത്ത കത്തിനെ പറ്റിയില്ല നിങ്ങളോട് പറയില്ലല്ലോ. നിങ്ങളത് ചകഞ്ഞ് നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നോക്കിക്കോ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്വയം വിമർശനം നടത്തുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുക്കുന്ന വാർത്തക്കകത്ത് ഉള്ളിന്റെ ഉള്ളിൽ ആ പോസിറ്റീവ് വശമുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചോ. അത് മനോരമക്കാരനോട് മാതൃഭൂമിക്കാരോട് ഞാൻ പറയും, ഇങ്ങനൊരു പോസിറ്റീവ് വശം അതിനുണ്ട്. അത് ഒന്നും പറഞ്ഞാലായിട്ട് നിങ്ങൾക്ക് എന്താ കരുതി? അതായത് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് കൊടുക്കുന്ന വാർത്തയില്, ചോർത്തിയെടുത്തിട്ട് കൊടുക്കുന്ന വാർത്തയില് സൂക്ഷ്മാംശം ആളുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുക ഞങ്ങൾ ഇതിലൊക്കെ വളരെ സീരിയസ് ആയി ഇടപെടുന്നുണ്ട് എന്നല്ലേ. അത് ഉത്പാദിപ്പിക്കുന്ന ആശയം അതല്ലേ. മാതൃഭൂമി വായിച്ചാലും അതിനാണ് അരിവാൾ ചുറ്റികരം കൊടുത്ത് നല്ലത്, നന്നായി. അത് കൊടുത്തോണ്ട് ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും അതിനൊരു പോസിറ്റീവ് വശമുണ്ട്. അതാണ് ഡയലറ്റിക്സ്. അതൊക്കെ ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോ ജാഥ ആലോചിച്ചിട്ടൊന്നും ജീവിക്കില്ല. എങ്ങനെ? സച്ചിദാനന്ദന്റെ വിമർശനം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളും. വെറുതെ ഉൾക്കൊള്ളുക, വെറുതെ ഉൾക്കൊള്ളുക. നിങ്ങൾ പത്രത്തിൽ എഴുതി ശീലിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗം, എന്തെങ്കിലും വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ്. അതേ ഞങ്ങളില്ല. ഞങ്ങൾ ഏത് വിമർശനത്തെയും, ആരോഗ്യകരമായ വിമർശനത്തെ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടികൾ പ്രവർത്തിക്കുക. ഇടതുപക്ഷം ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? ഉൾക്കൊള്ളുക അല്ല, നിങ്ങൾ നേരത്തെ അങ്ങനെ ചോദിച്ചു. ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? അത് അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ, അതിന്റെ അപ്പുറത്തും മനസ്സിലാക്കണം. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നല്ലേ അർത്ഥം. അതാ അത് ചോദിക്കട്ടെ, ഞാൻ ചോദിക്കാതെ തന്നെ മനസ്സിലാവേണ്ടിയാണ്. അത് ചോദിക്കാതെ തന്നെ മനസ്സിലാവണം. ആവട്ടെ, അതിലും വരട്ടെ, ഓരോ നമുക്ക് ചോദിക്കും. മലപ്പുറം ജില്ല തന്നെ വിഭജിച്ച് കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ, ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയില്ലല്ലോ. അതറിയില്ലേ? മലപ്പുറം ജില്ല തന്നെ ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തല്ലേ. നോക്കാം, നമുക്ക് അഭിപ്രായം വരട്ടേന്ന്. അഭിപ്രായം വരുന്നതിൽ എന്തിനാ ഇത്ര ബേജാറുണ്ട്? വരട്ടെ, നമുക്ക് പരിശോധിക്കാം. ആയിക്കോട്ടെ, മതി.